ഗുമസ്തൻ കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു പടം? തർക്കടികൾ കാണാൻ പറ്റും. ഗൗരവേറിയ പെർഫോമൻസ് ആണ് ജയസേട്ടനാണെങ്കിലും ബിബിനേട്ടനാണെങ്കിലും. സാധാരണ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് മൂവിയാണ്. തീർച്ചയായും നമ്മുടെ ഷാജു ശ്രീധർ, പിന്നെ കൈലാഷ് ചേട്ടൻ, നരയൻ, നമ്മുടെ ഡ്രാക്കുള സുധീരേട്ടനൊക്കെ പൊളിച്ചടിക്കിയിട്ടുണ്ട്. കാരണം ബാഡ് ബോയ്സിനും വൺസ് അപ്പോൺ എ ടൈം കൊച്ചിക്ക് ശേഷം നമ്മുടെ ഡ്രാക്കുള സുധീരേട്ടൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സിലൊക്കെ. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അമലേട്ടൻ്റെ ഡയറക്ഷൻ ഒരു രക്ഷയില്ല. പിന്നെ BGM ആണെങ്കിലും സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഇതിന് വർക്കൗട്ടായി പോയിട്ടുള്ള സിനിമയാണ് ഗുമസ്തൻ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ് ആ ടൈം പറയുമ്പോൾ. ഗുമസ്തൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സിനിമയാണ്. അമൽ കെ ബാബു ഞങ്ങളുടെ നാട്ടുകാരനാണ്. അതിലുപരി മറ്റൊരു ചങ്ക് ബിപിൻ ജോർജ് അല്ലേ, എന്ന് ഗംഭീര പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ. കാരണം എല്ലാം സസ്പെൻസാണ്, ഞങ്ങൾക്ക് ഒരുപാട് പറയാൻ പറ്റില്ല. പടം നിങ്ങളും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഗംഭീരം. അതുപോലെ ഓരോ രംഗങ്ങളും സസ്പെൻസ് ത്രില്ലറാണ്. ക്ലൈമാക്സ് വേറെ ലെവലാണ്. എന്തായാലും ഗുമസ്തൻ ജനങ്ങൾ ഏറ്റെടുത്തു. ഗംഭീര സിനിമ, ഗംഭീരം.